Hello, welcome all to WinPoint online classes. Hope you all are doing great. Okay, so I'm really glad to introduce myself. I'm Nizar. അപ്പോൾ +1 സ്റ്റുഡൻസിന് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഇംഗ്ലീഷ് ക്ലാസ് ആണ്. സാധാരണ നിങ്ങൾ ട്യൂഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ പോകുന്ന സമയത്ത് ഈ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സിലുള്ള സ്റ്റുഡൻസിനൊക്കെ ട്യൂഷന് പോകുമ്പോൾ അവർക്കൊന്നും നമ്മൾ ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യാറില്ല. സാധാരണ സെൻറ്റേഴ്സ് ഒന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പോൾ പക്ഷേ നമ്മളിങ്ങനെ റീസെൻ്റ് ഒരു അനാലിസിസ് നടത്തി നോക്കിയ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സയൻസിലൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഫുൾ A+ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഒരു സബ്ജക്റ്റിനൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഫുൾ A+. അത് വെച്ചാൽ ഫുൾ A+ ഒരു നിർബന്ധ ഘടകമാണ് എന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെയൊക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയിലൊക്കെ പോകുന്ന സമയത്ത് ഫുൾ A+ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയതുകൊണ്ട് ഇംഗ്ലീഷിന് പലർക്കും ഫുൾ A+ നഷ്ടപ്പെട്ടിട്ടുണ്ട്. A+ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല വളരെ കുറഞ്ഞ മാർക്കാണ് കമ്പയർഡ് ടു അതർ സബ്ജക്ട്സ്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഇനി മുതൽ +1 കരിക്കുലത്തിൽ നമ്മൾ ഇംഗ്ലീഷ് കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കാരണം എല്ലായിടത്തും നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു കോച്ചിങ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് WinPoint ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ വർഷം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ഒക്കെ ഉപയോഗപ്രദമാവുന്ന ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം എന്താ നിങ്ങൾക്കറിയാലോ. ഒരു സബ്ജക്റ്റ് എന്നതിൽ ഉപരി ഇംഗ്ലീഷിന് നിങ്ങളുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് എന്താ നിങ്ങൾക്ക് തന്നെ അറിയാലോ. നിങ്ങളിൽ പലരും വിഷമിക്കുന്നുണ്ടാവും ഇപ്പം. കാരണം മലയാളം മീഡിയത്തിലായിരിക്കും 10th വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് നിങ്ങൾ +1 എത്തിയ സമയത്ത് മീഡിയം കംപ്ലീറ്റ്ലി ചേഞ്ചായി, ഇംഗ്ലീഷായി അല്ലേ. അതിൽ നിങ്ങളുടെ സുവോളജിയോ ബോട്ടണിയോ അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ സോഷ്യോളജിയോ ഏതാണെങ്കിലും അതൊക്കെ ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടത്. ആ സമയത്ത് എസ്സേയ്സോ പാരഗ്രാഫ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാനോ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ കൺസിസ്റ്റൻസി ക്ലിയർ ആണോ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. സയൻസിലൊന്നും ഗ്രാമർ നോക്കാറില്ല, എന്നാലും ഞാൻ പറയാം. പക്ഷെ നിങ്ങൾക്ക് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഇംഗ്ലീഷിനെ കാണരുത്. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടോളൂ. പക്ഷേ ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് അല്ലേ, ആഗോള ഭാഷയാണ്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താലും ഇനി നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് IELTS ഒക്കെ ക്ലിയർ ചെയ്തിട്ട് കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ UK എങ്ങോട്ട് വേണമെങ്കിലും പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇംഗ്ലീഷ് മസ്റ്റാണ് അല്ലേ. ഫോർ സ്പീക്കിംഗ്, ഹിയറിങ്, ലിസണിങ്, റൈറ്റിംഗ്, ഈ 4 സാധനങ്ങൾ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് തരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓവർസീസ് പഠിക്കാൻ എല്ലാവർക്കും ആഗ്രഹമല്ലേ. ഈ കോവിഡൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഓവർസീസിൽ പോയി പഠിക്കണം എന്നൊക്കെ അല്ലേ. നല്ല നല്ല ജോബ് പ്രൊഫൈലൊക്കെ കിട്ടുമല്ലോ പുറത്ത് പോയാൽ. അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് IELTS കോച്ചിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 4 മൊഡ്യൂളുകളും ക്ലിയർ ചെയ്യേണ്ടി വരും. അതിന് ഇപ്പോഴേ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഒരു എൻജിനീയർ ആവാനും ഡോക്ടർ ആവാനും ഇപ്പോഴേ ശ്രമിക്കുന്നത് പോലെ നല്ല ഒരു ഭാഷ കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് കഴിയാൻ ഇപ്പോഴേ നിങ്ങൾ പ്രയത്നിക്കണം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തും അന്തസ്സോടുകൂടി തലയുയർത്തി നിൽക്കാൻ പറ്റും. കാരണം എന്താ, ആര് പറഞ്ഞതും മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ പറയുന്നതും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്ത് തന്നെ ഉണ്ടെങ്കിലും ഇപ്പോൾ നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഡോക്ടറായി നിങ്ങൾ മാറിയെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോയില്ലേ. എൻജിനീയർ ആയിട്ട് നിങ്ങൾ ദുബായിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ പോയിട്ട് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ വെച്ച് ലാംഗ്വേജ് ഇല്ലെങ്കിൽ പോയില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഭാഷ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാതെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, മാക്സിമം പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഒരുപാട് വീഡിയോസ് കാണുക, ഇംഗ്ലീഷിലുള്ള ഡോക്യുമെൻ്ററീസോ സീരീസോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുക. ഓഡിയോ ഒരുപാട് ന്യൂസ് അല്ലെങ്കിൽ ഓഡിയോ ടേപ്സ് നിങ്ങൾ പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ വൊക്കാബുലറിയും ഫ്ലുവൻസിയും ഒക്കെ മെച്ചപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ ഏതായാലും WinPointൽ ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും സന്തോഷിക്കാം. കാരണം നമ്മളിതിന് പ്രത്യേക ഗൈഡൻസും കോച്ചിങ്ങും ഒക്കെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാം. ബാക്കി സബ്ജക്ട്സ് ഒക്കെ നമ്മളിപ്പം WinPointൽ തന്നെ ബാക്കി സബ്ജക്ട്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഗുഡ് ലക്ക് നേരുകയാണ്. നിങ്ങൾക്ക് ഒരു ഫുൾ A+ ബാച്ച് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ എല്ലാവരും ഷൈൻ ചെയ്യുക. എക്സാമിൽ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങൾ ഇംഗ്ലീഷ് മാക്സിമം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തിത്വം കുറച്ചും കൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോറി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ സയൻസ് ആണെന്ന് പറഞ്ഞാലും കൊമേഴ്സ് ആണെന്ന് പറഞ്ഞാലും ഏത് ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്താലും
എല്ലാവർക്കും ആത്യന്തികമായിട്ട് നിങ്ങളിലൊക്കെ ഒരു കുട്ടി ഉണ്ടാവും. ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര പഠിപ്പിസ്റ്റാണ്, ജാടയാണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലൊക്കെ സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ളൊരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിക്ക് അത്യാവശ്യം പാട്ടും കഥയും ഒക്കെ നിർബന്ധമാണ്. എത്രമാത്രം നിങ്ങൾ തിയറംസും അതുപോലത്തെ ഇക്വേഷൻസ് പഠിച്ചാലും ഒന്ന് റിലാക്സ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നല്ല നല്ല കഥകൾ കേൾക്കുന്നതും നല്ല നല്ല മോട്ടിവേഷണൽ സ്പീച്ചസും മോട്ടിവേഷണൽ സ്റ്റോറീസും ഒക്കെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, അതുപോലത്തെ ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, തുടങ്ങിയാലോ? അപ്പോൾ നമുക്കിനി നേരെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കാം. സ്റ്റോറിയാണ്. സ്റ്റോറി ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾ ഏത് സ്ട്രീം ചൂസ് ചെയ്താലും, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കഥ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിനൊന്ന് റിലാക്സ് ചെയ്യാനും നമുക്ക് ഭാവനയുടെ ലോകത്തേക്കൊന്ന് ചേക്കേറാനും ഒക്കെ ഉപകരിക്കുന്നതാണ് സ്റ്റോറീസ് അല്ലേ? അതുകൊണ്ടാണ് അത് നമ്മുടെ കരിക്കുലത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഒരുപാട് തിയറംസും ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ കേട്ടിട്ട് ബോറടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റോറി എൻ്റെ കയ്യിലുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കഥയുടെ പേര് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഓഥർ ലിയാം ഒ ഫ്ലാഹേർട്ടി. അദ്ദേഹം ഒരു ഐറിഷ് നോവലിസ്റ്റാണ്. ഐറിഷ് എന്ന് പറയുമ്പോൾ അയർലൻഡ്. ഓക്കെ, അയർലൻഡുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതൊരു മോട്ടിവേറ്റിംഗ് സ്റ്റോറിയാണ്. എല്ലാവർക്കും മടി പിടിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ കൂടി ഇൻസ്പയർ ചെയ്യുന്നൊരു സ്റ്റോറിയാണ്. അതിന് വേണ്ടിയിട്ടാണ് +1 ആദ്യത്തെ ചാപ്റ്ററായിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓൾറൈറ്റ്, അപ്പം നമ്മുടെ ബാക്കി പോർഷൻസും ബാക്കി സബ്ജക്ട്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷാണ് കുറച്ച് ഡിലേ ആയിട്ടുള്ളത്. എന്തായാലും നമുക്ക് വൈകി വന്നാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The young seagull was alone on his sledge. His 2 brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of the sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. നോക്കാം കേട്ടോ. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണ് നമ്മുടെ കഥ, ആരാണ് നമ്മുടെ കഥയിലെ കഥാപാത്രം എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ദ യങ് സീഗൾ. എന്താ സീഗൾ എന്ന് വെച്ചാൽ ആരാ? സീഗൾ, കടൽ കാക്ക. നിങ്ങൾ ഈ കപ്പലിലൊക്കെ കയറിയിട്ടുള്ള ആൾക്കാരുണ്ടോ? ബോട്ടിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ? അങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാർക്കറിയാം, നമ്മളിങ്ങനെ കുറച്ച് കടലിനുള്ളിലേക്ക് പോകുമ്പോഴേക്കും സീഗൾസ് പറന്നു വരും. വൈറ്റിലും കാണാം, ബ്ലാക്കിലും കാണാം അല്ലേ? കടലിലുള്ള പക്ഷികളെ അവർ വന്നിട്ട് നമ്മുടെ എന്താ പറയുക ബോട്ടിൻ്റെ അറ്റത്തും കപ്പലിൻ്റെ മുനമ്പിലൊക്കെ കയറിയിരിക്കും. അവരെ ഒരിക്കലും ഓടിക്കാൻ പാടില്ല എന്നാണ് കടലിൽ പോകുന്ന ആൾക്കാരുടെ വിശ്വാസം. അതൊരു സ്റ്റോറിയാണ്. എന്താണെന്ന് വെച്ചാൽ പണ്ട് ഒരു കപ്പലിൽ ഒരു കപ്പിത്താൻ, ഒരു സെയിലർ ഇങ്ങനെ പോവായിരുന്നു ഒരു പായക്കപ്പലിൽ പണ്ട് കാലത്ത് കേട്ടോ. അപ്പോൾ അയാളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു സീഗൾ വന്നിട്ട് ആ പായക്കപ്പലിൻ്റെ തുമ്പത്ത് വന്നിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം കുറച്ച് എറഗൻ്റ് ആയിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ സീഗളിനെ ഓടിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സെയിലേഴ്സൊക്കെ പറഞ്ഞു ഓടിക്കരുത്. സീഗൾ എന്ന് വെച്ചാൽ അതിന് വിശ്രമിക്കാൻ അനുവദിക്കപ്പെട്ടതാണ്. കപ്പലും തോണിയും ഇതൊക്കെ കടലിൻ്റെ മുകളിൽ ഇരിക്കുന്നതിന് പോലെ തന്നെ കപ്പലിൽ ഇരിക്കാനൊക്കെ അലൗഡാണ്, ദൈവം അനുവദിച്ചതാണ്. അവരെ നിഷേധിച്ചാൽ കടലമ്മ കോപിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ കപ്പൽ കുറച്ച് മുമ്പോട്ട്, ആ പായക്കപ്പൽ കുറച്ച് മുമ്പോട്ട് പോയ സമയത്ത് വലിയൊരു സൈക്ലോണിൽ പെട്ട് മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലത്തെ ഒരു സീഗൾ, ആ സീഗളാണെന്ന് എനിക്കറിയില്ല, എന്തായാലും അതുപോലത്തെ ഒരു സീഗളിൻ്റെ സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ലഡ്ജ് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആവാസ സ്ഥലത്തിനെയാണ് ലഡ്ജ് എന്ന് പറയുന്നത്. ഈ ചിത്രം നോക്കിയാൽ അറിയാം, ഒരു പാറ, ഇങ്ങനെ കുത്തനെയുള്ള ചെങ്കുത്തായിട്ടുള്ള ഒരു പാറ, കടലിൽ തന്നെ കടലിൻ്റെ തീരത്ത് എഴുന്നു നിൽക്കുന്ന ഒരു പാറപ്പുറം, അതാണ് ലഡ്ജ് എന്ന് പറയുന്നത്. His 2 brothers and his sister had already flown away the day before. കഥ ഡയറക്റ്റ് ആയിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും. അപ്പോൾ ബേർഡ്സ് ആണെങ്കിലും അവർക്കും ഉണ്ടാവും ഫാമിലി, നമ്മളെപ്പോലെ തന്നെ അച്ഛനും അമ്മയും പെങ്ങളും അനിയനും ആങ്ങളെയും അമ്മായിയും അമ്മാവനും ഒക്കെ ഉണ്ടാവും. ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ നല്ല കഥയ്ക്ക് രസം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ കഥാപാത്രത്തിന് 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട്, യങ്ങർ സിസ്റ്ററാണ് അവരുമുണ്ട്.
അപ്പോൾ ഈ പക്ഷികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരെ പോലെ ഒരു വർഷത്തിലൊരു പ്രസവം പിന്നെ 4 വർഷം കഴിഞ്ഞിട്ട് ഒരു പ്രസവം എന്നല്ലല്ലോ. അമ്മ പക്ഷി എന്ന് 5-6 മുട്ട ഇട്ടിട്ട് എല്ലാവരും ഒരുമിച്ചാണ് വിരിയുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഒരേ ഏജിലുള്ള ആൾക്കാരായിരിക്കും. നമ്മളങ്ങനെയല്ല. അനിയൻ അനിയത്തി എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ ഡിഫറൻസ് ഉണ്ട്. ഇവരെന്ന് പറയുമ്പോൾ ഒരു മുട്ട പൊട്ടി പുറത്തിറങ്ങാനുള്ള മാക്സിമം പോയാൽ 1 day ഡിലേ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ്, അല്ലെങ്കിൽ 1 മിനിറ്റ്, ഇത്രയൊക്കെ ഡിലേ ഉണ്ടാവുള്ളൂ പക്ഷികളുടെ കേസിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ജനിച്ചിട്ടുള്ള 2 ബ്രദേഴ്സും 1 സിസ്റ്ററും ഇന്നലെ പറന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷികളെ സംബന്ധിച്ച് പറക്കുക എന്നുള്ളത് അവരുടെ മെച്യൂരിറ്റീനെയാണ് തെളിയിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചൊരു ജോലി നേടുക എന്നുള്ളത് പോലെയാണ് പക്ഷികൾക്ക് പറക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജനിച്ച 3 പേര് ഇന്നലെ ആ ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി, സർട്ടിഫിക്കറ്റ് ഓഫ് ഫ്ലൈയിങ്. ഓക്കെ, അത് അവർ കരസ്ഥമാക്കി. ഇനി ഇദ്ദേഹം എന്താണ് ആ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹി ഹാഡ് ബീൻ എഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. ഇതാണ് പ്രശ്നം. ഹീസ് എഫ്രൈഡ് എന്ന് വെച്ചാൽ എന്താ? അദ്ദേഹത്തിന് പേടിയാണ്. ഇതാണ് വലിയൊരു പ്രശ്നം. അദ്ദേഹത്തിന് പറക്കാൻ പേടിയാണ്. പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ പറക്കുക എന്നുള്ള. അപ്പോൾ ഈ പക്ഷിക്കാണെങ്കിൽ പറക്കാൻ പേടിയും. കോമഡി അല്ലേ? Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. എന്താ സംഭവിച്ചത്? Somehow, when he had taken a little run toward the brink. അതായത് ഈ കഥ നമുക്ക് മനുഷ്യരുടെ ലൈഫിനെ ഡയറക്റ്റായിട്ട് തന്നെ ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ്. അതായത് ഞാനും നിങ്ങൾക്കും ഒക്കെ ഉള്ള കോമൺ ഫീച്ചേഴ്സാണ് ഈ പക്ഷിയിലും കഥാകാരൻ ആരോപിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളുടെ നാട്ടിലുള്ള നല്ലൊരു കുളത്തിൽ പോയിട്ട് കുളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ തെങ്ങിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ചാടും, അല്ലെങ്കിൽ 3-4 ഫ്ലാപ്പ് ഇങ്ങനെ തിരിഞ്ഞ് ചാടും. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നാറുണ്ട് അതുപോലെ ചെയ്യാൻ. ഞാൻ പലപ്പോഴും ഓടിയിട്ട് കുളത്തിൻ്റെ ആ ഒരു സ്റ്റെപ്പില്ല അവിടെ വരെ ഓടിയിട്ട് നമുക്ക് എന്തായിരിക്കും ഭയങ്കര ഒരു എന്താ പറയുക ഇൻഹിബിഷൻ ആയിരിക്കും. എൻ്റെ ചാടിയാൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോകുക എന്നുള്ളൊരു പേടിയായിരിക്കും. അത് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അല്ലേ. ഒരു കാര്യം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും, പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കര പേടിയായിട്ട് നിങ്ങൾ പിന്നോട്ട് മാറും. ഇതേ സാധനം തന്നെയാണ് നമ്മുടെ മിസ്റ്റർ സീഗളിനും ഇതേ പ്രശ്നം തന്നെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആ ലഡ്ജിൻ്റെ ബ്രിം വരെ, അതായത് അറ്റം വരെ, മുനമ്പ് വരെ ഒരു പ്രാവശ്യം ഓടി വന്നിട്ട് താഴേക്ക് നോക്കിയപ്പോഴേക്കും മൂപ്പർക്ക് ആകെ തല ഇറങ്ങിയിട്ട് ആകെ പേടിച്ചു പോയി. ഓക്കെ, അതാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. Attempted to flap his wings. അവിടെ എത്തിയിട്ട് ചിറകൊന്ന് വിരിക്കാൻ നോക്കി, പക്ഷേ പേടിച്ചു പോയി. ഓക്കെ, the great expanse of sea stretched down beneath. എന്ത് കണ്ടിട്ടാ പേടിച്ചത്? The great expanse of the ocean. പരന്ന് കിടക്കുന്ന മഹാസമുദ്രം അല്ലേ. അതാണ് ഈ ക്ലിഫിന്റെ താഴെ, ഇത് നിൽക്കുന്ന റിഡ്ജിന്റെ താഴെ എന്താണുള്ളത്? സ്ലഡ്ജിന്റെ താഴെ എന്താ? ലഡ്ജിന്റെ താഴെ ഉള്ളത് എന്താ? മഹാസമുദ്രമാണ്. ഓക്കെ, ഓക്കെ. The great expanse of the sea stretched down beneath. താഴെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കടലാണ്. ഓക്കെ, and it was such a long way down. It was such a long way down, miles down എന്നാണ് പറയുന്നത്. മൈലുകൾ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നീളമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു കുഞ്ഞു പക്ഷീൻ്റെ കണ്ണിൽ നോക്കുന്ന സമയത്ത്, ഉറുമ്പ് കണ്ണിൻ്റെ കാഴ്ചയിൽ നോക്കുന്ന സമയത്ത് ഒരു അരിമണിക്ക് ചിലപ്പോൾ ഒരു പാറയുടെ വലിപ്പം ഉണ്ടാവും അല്ലേ. അതുപോലെ ഈ സീകളിൻ്റെ കാഴ്ചയിൽ താഴോട്ട് നോക്കുന്ന സമയത്ത് എത്രയോ കിലോമീറ്റർ താഴ്ച ഉണ്ടെന്നാണ് കിളി പറയുന്നത്. പക്ഷേ ഒരു സാധാരണ ഒരു മനുഷ്യൻ നോക്കുന്ന സമയത്ത് അയാൾക്ക് ജസ്റ്റ് ഒന്ന് ചാടിയാൽ ഇറങ്ങാവുന്നത്ര ആഴേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കിളിയുടെ, നമുക്ക് പേടിയുള്ള കാര്യം എപ്പോഴും അങ്ങനെയാണ് അല്ലേ. നമ്മൾക്ക് ഒരാളിപ്പോൾ ഒരു സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത ഒരാൾ സൈക്കിൾ ഓടിക്കുന്ന ഒരാളെ കാണുന്നത് എങ്ങനെയാണ്? എൻ്റെ ഇത്രയും വലിയ കഴിവുള്ളൊരു മനുഷ്യനാണോ ഇദ്ദേഹം എന്നാണ് ചിന്തിക്കുക. കാരണം ആ സൈക്കിൾ ഓടിക്കുക എന്നുള്ള വലിയൊരു ടാസ്ക്കാണ് അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം. അതെ, ആ നീന്തൽ കാണുന്ന സമയത്ത് അറിയാത്ത ആൾക്ക് എൻ്റെ ഇയാളെങ്ങനെ ഈ വെള്ളത്തിൽ പൊങ്ങി കടന്ന് ഇങ്ങനെ പോകുന്നതെന്നുള്ള അതിശയകരമായിരിക്കും. അതേ അതിശയം തന്നെയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഓക്കെ, he felt certain that his wings would never support him. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അയാൾ ചെറിയൊരു കിളിയാണല്ലോ. അപ്പോൾ അയാളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ തൻ്റെ ചെറിയ വിങ്സ് ഉണ്ടല്ലോ, ചിറക്, അത് തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളൊരു ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ പറയാം. ഞാൻ എങ്ങനെ ചാടിയാലും ഈ വിങ്സ് എൻ്റെ ഭാരം താങ്ങില്ല, ഞാൻ നേരെ താഴെ വീണ് തല തല്ലി ചാവും തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. ഇതേ സാധനം തന്നെ നമുക്ക് പേഴ്സണൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ റൈഡ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്, സ്വിം ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പറയും വേണ്ട ഞാൻ ഇറങ്ങൂല, ഞാൻ മരിച്ചു പോകും അല്ലേ. അല്ലെങ്കിൽ റൈഡ് ചെയ്യാൻ അറിയാത്ത ഒരാൾ ബൈക്ക് കൊടുത്താൽ പറയും ഇല്ലല്ലോ എനിക്ക് ഓടിക്കാൻ പറ്റില്ല, ഞാൻ ചെന്ന് വീണു. അതേ സാധനം തന്നെയാണ് ചിറകുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് തോന്നുന്നത് ചിറക് എന്നെ താങ്ങില്ല, ഞാൻ നിലത്ത് വീണ് ചത്തുപോകുന്നതാണ്. So he bent his head and ran away back
back to the little hole under the ledge where he slept at night. അപ്പോൾ എന്താ അവിടം വരെ പോയിട്ട് തല താഴ്ത്തി തിരിച്ച് നടന്നു എങ്ങോട്ട്? ലഡ്ജിലേക്ക്. അവിടെ ഒരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് രാത്രി ഇദ്ദേഹത്തിൻ്റെ ഉറക്കം. അപ്പോൾ എന്താ അതുവരെ ആവേശത്തോടെ പോയി താഴേക്ക് നോക്കിയപ്പോൾ പേടിച്ച് തിരിച്ച് ലഡ്ജിലേക്ക് തിരിച്ച് നടന്നു വന്നു. ഓക്കെ. Even when each of his brothers and little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had come around calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കാൻ പോവാണ്. ഓക്കെ, എന്താണ്? ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ. നമ്മുടെയൊക്കെ വീട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്താണെന്നറിയോ? നമ്മുടെ അനിയന്മാരോ അനിയത്തിമാരാണ്. അവരെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ പിന്നെ നമുക്ക് ചെവിക്കൊരു സ്വൈര്യം ഉണ്ടാവില്ല. ഒന്ന് അവരുടെ ബോസ്റ്റിംഗ് കേൾക്കണം, പൊങ്ങച്ചം കേൾക്കണം. രണ്ട്, പാരൻസ് പറയും കണ്ടില്ലേ നിന്നേക്കാൾ എത്ര ഇളയതാ, അത് ചെയ്തത് കണ്ടില്ലേ, എന്നിട്ട് നിനക്ക് ചെയ്യാൻ തോന്നിയില്ലല്ലോ. അവർ പഠിക്കുന്നത് കണ്ടില്ലേ, അല്ലെങ്കിൽ അവൾ പഠിക്കുന്നത് കണ്ടില്ലേ, അതുപോലെ എന്താ നിനക്ക് പഠിച്ചാൽ, അല്ലെങ്കിൽ അവൻ സമ്പാദിക്കുന്നത് കണ്ടില്ലേ, ഇവൻ സമ്പാദിക്കുന്നത് നിനക്ക് സമ്പാദിച്ചാൽ എന്താ. അപ്പോൾ നമ്മളെക്കാൾ ഇളയ ആൾക്കാർ എന്തെങ്കിലും ഒരു വലിയ ടാസ്ക് അറ്റൈൻ ചെയ്താൽ മൂത്ത ആൾക്കാർക്കൊന്നും ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം അവരൊന്നും ആയിട്ടില്ലെങ്കിൽ അവരുടെ ഇളയ ആൾക്കാർ കുറച്ച് ഉയർന്ന നിലയിലെത്തുകയാണെങ്കിൽ അത് സഹിക്കാൻ അൺസഹിക്കബിൾ ആയിരിക്കും അവരുടെ എൽഡേഴ്സിന്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ചിറകിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിനേക്കാളും ചെറിയതാണെന്നാണ് പറയുന്നത് സിസ്റ്ററിൻ്റെ ചിറക്. അതുപോലെ കൂടപ്പിറപ്പുകളുടെ ചിറക്, നമ്മളിപ്പോൾ പക്ഷികളായതുകൊണ്ട് ചിറക് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ ചിറക്, നമ്മളൊക്കെ മനുഷ്യന്മാരാണെങ്കിൽ നമ്മളൊരു എന്തൊരു നീളം വലിപ്പമുണ്ട്, എന്ത് തണ്ടും തടിയുണ്ടെന്ന് പറയും. അതുപോലെ ചിറക്, ചെറിയൊരു ചിറകാണ് ഇവർക്കുള്ളത്. എന്നിട്ട് പോലും അവർ പറഞ്ഞു, എന്നിട്ടും ഇത്ര വലിയ ചിറകുള്ള നിനക്ക് പറക്കാൻ എന്താ പറ്റാത്തതെന്നാണ് പാരൻസ് ചോദിക്കുന്നത്. whose wings were shorter than his own, ran to the brink. അവരൊക്കെ എന്താ ചെയ്തത്? നേരെ ആ മുനമ്പിലേക്ക് ചെന്നു, ഓടി ചെന്നു. ഫ്ലാപ്പ് their wings, ചിറകിട്ടടിച്ചു. and flew away. simple, അവരങ്ങ് പറന്നുപോയി. he failed to muster up courage to take that plunge. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം he failed to muster up the courage. ആ കറേജ് ഇല്ല, ആ ധൈര്യം മസ്റ്റർ അപ്പ് ചെയ്യാൻ, അതായത് സംഭരിക്കാൻ ഇവൻ എപ്പോഴും ഫെയിലാണ്. അവിടം വരെ ഓടും, പക്ഷേ പിന്നീട് അങ്ങോട്ട് പേടിയാണ്. which appeared to him so desperate. അത് ഓർക്കുന്ന സമയത്ത് അവന് ഭയങ്കര ഡെസ്പറേറ്റ് ആണ്, ഭയങ്കര ടെൻഷനാണ് അത് ആ കാര്യം ഓർക്കുന്നത് തന്നെ. his father and mother had come around calling to him shrilly. അതായത് അവൻ്റെ ഫാദറും മദറും അടുത്ത് വന്നിട്ട് ഭയങ്കര ഒച്ചത്തിൽ ഇങ്ങനെ അവനോട് ആക്രോശിക്കുന്നുണ്ട്. shrilly എന്ന് വെച്ചാൽ ലൗഡ് സൗണ്ട് എന്നാണ് അർത്ഥം. scolding him, ഒച്ചത്തിൽ അവനെ ശകാരിക്കുന്നുണ്ട്, സ്കോൾഡ് ചെയ്യുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്. threatening him, ത്രെറ്റൻ ചെയ്യുന്നുണ്ട്, എന്താ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്താ ഭീഷണിപ്പെടുത്തുന്നത്? സ്റ്റാർവ് ഓൺ ഹിസ് ലെഡ്ജ്, അതായത് ഇവിടെ ഈ പാറക്കൂട്ടത്തിൽ കിടന്ന് നീ പട്ടിണി കിടന്ന് മരിക്കും എന്നാണ് പറയുന്നത്. നിനക്കൊരു പച്ചവെള്ളം ഞാൻ തരില്ല നീ പറഞ്ഞില്ലെങ്കിൽ, അതായത് നീ ജോലിക്ക് പോയില്ലെങ്കിൽ എന്ന് നമ്മളെ മനുഷ്യന്മാരോട് പറയും. ജോലിക്ക് പോയി സമ്പാദിച്ചില്ലെങ്കിൽ നീ എൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് പച്ചവെള്ളം തരുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ, നീ ഇനി പറന്ന് സ്വന്തമായി മീൻ പിടിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരും നിനക്ക് മീൻ കൊണ്ടുവരുന്നെന്ന് ഈ പ്രതീക്ഷിക്കേ വേണ്ട എന്ന് പാരൻസ് അവനെ വോൺ ചെയ്തു. unless he flew away, ഇനി പറഞ്ഞാൽ മാത്രമേ അവന് ഫുഡ് കൊടുക്കൂ എന്ന് പറഞ്ഞു. but for the life of him he could not move. പക്ഷെ ജീവനുണ്ടെങ്കിലോ ഇദ്ദേഹം നീങ്ങിയതേ ഇല്ല, അനങ്ങിയതേ ഇല്ല, അനങ്ങാപ്പാറ പോലെ അങ്ങ് ഇരുന്നു. കാരണം എന്താ? പേടിയാ, വേറൊന്നും ഉണ്ടായിട്ടില്ല. പറക്കണം എന്ന് ആഗ്രഹമുണ്ട്, മീൻ പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഫ്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എന്താണ് വിഷയം? ഇദ്ദേഹത്തിന് പേടി കാരണം അനങ്ങാനേ പറ്റുന്നില്ല. ഓക്കെ, that was 24 hours ago. since then nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had in fact seen his older brother catch his first herring and devour it standing on a rock, while his parents circled around, raising a proud cackle. And all the morning, the whole family had walked about on a big plateau midway down the opposite cliff, laughing at his cowardice. ഇനി എന്താ സംഭവിച്ചത് നോക്കാം. That was 24 hours ago. 24 മണിക്കൂറായിട്ടേ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇത് ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ പറക്കാൻ തുടങ്ങിയിട്ട്. Since then nobody had come near him. അവർ പോയതിനു ശേഷം പാരൻസും അവരുടെ കൂടെ പോയി. അതുകൊണ്ട് ഇവൻ ഒറ്റയ്ക്കാണ് ഇവിടെ, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. 24 മണിക്കൂറായിട്ട് ഒരു മനുഷ്യനും ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു പക്ഷിയും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. The day before, all day long,
he had watched, അതായത് ഒരു ദിവസം മുമ്പാണ്, അതുവരെ എന്തായിരുന്നു, അവിടെ ഇരുന്ന് വിരിഞ്ഞ് ആ അമ്മ പക്ഷിയുടെ ചിറകിൻ്റെ അടിയിലെ ചൂടും പറ്റി അച്ഛൻ കൊണ്ടുവന്നിരുന്ന മീനും കഴിച്ച് സുഖമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ചതിയന്മാരായിട്ടുള്ള സഹോദരങ്ങളുള്ളപ്പോൾ ഇതാണ് അവസ്ഥ. അവരെന്താ ചെയ്തത്, അവർ തന്നേക്കാൾ ഒരു ദിവസം മുമ്പേ അങ്ങ് പറന്നു. തനിക്കാണ് പറക്കാനുള്ള ധൈര്യവുമില്ല. അതുകൊണ്ട് വീട്ടുകാരുടെ ഫുൾ കംപ്ലൈൻറ്റ്, എപ്പം നോക്കിയാലും ശകാരം തന്നെ. നിന്നേക്കാൾ ഇളയ ആൾക്കാരൊക്കെ പറഞ്ഞു, നീ മാത്രം ഇവിടെ മടി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള കംപ്ലൈൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു ദിവസം മുമ്പ് എന്താ സംഭവിച്ചതെന്ന് അറിയാലോ. ദ ഡേ ബിഫോർ ഓൾ ഡേ ലോങ് ഹി ഹാഡ് വാച്ച് ഹിസ് പാരൻസ് ഫ്ലൈയിങ് അബൌട്ട് ഹിസ് ബ്രദർ ആൻഡ് സിസ്റ്റർ. അപ്പോൾ രണ്ട് ചെറിയ കുഞ്ഞിക്കിളികൾ പറക്കുന്നുണ്ട്, കൂടെ അച്ഛനും അമ്മയും ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെ ലഡ്ജിലിരുന്ന് നോക്കുമ്പോൾ കാണുകയാണ്, അതായത് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ രണ്ട് കിളികൾ പറക്കുന്നുണ്ട്. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നത്, പെർഫെക്റ്റ് ചെയ്യാണ് ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. എന്ത് കല, പറക്കുക എന്ന കല. ആ കലയെ പെർഫെക്റ്റ് ചെയ്യുക. കുറച്ചുകൂടി ചിറകി വിരിച്ച്, കുറച്ചുകൂടി കഴുത്ത് ഇങ്ങോട്ടാക്കിക്കേ, കാല് കുറച്ച് മടക്കി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും അവരെങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ്. എന്തൊക്കെ, പിന്നെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്, അതായത് വേവ്സ്, കടൽക്കാക്കകളല്ലേ, അപ്പോൾ വലിയ തിരമാലകൾ വരുമ്പോൾ അതിൽ പെട്ടുപോരുത്. അപ്പോൾ എങ്ങനെ അത് ഗ്ലൈഡ് ചെയ്ത് പോകാം, അത് തെന്നി മാറണം, എങ്ങനെ തിരമാലയിൽ നിന്ന് തെന്നി മാറാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ എ ഫിഷ്. ആത്യന്തികമായിട്ട് അവരുടെ ജോലി എന്താ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ ഒന്നും അല്ല. അവരുടെ തൊഴിൽ എന്താണ്, മീൻപിടുത്താണ്. അപ്പോൾ എങ്ങനെ ഒരു മീനിനെ ക്രൂക്കഡായിട്ട് വിദ്യ ഉപയോഗിച്ചിട്ട് പിടിക്കാം, അല്ലെങ്കിൽ ഗ്ലൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡൈവ് ചെയ്തിട്ട് മുങ്ങാങ്കുഴിയിട്ട് എങ്ങനെ ഒരു മീനിനെ പിടിക്കാം എന്നൊക്കെ അച്ഛനും അമ്മയും പഠിപ്പിക്കുന്നുണ്ട്. He had in fact seen his older brother catch his first herring. ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. എന്താണ്, തൻ്റെ സ്വന്തം ബ്ലഡിലുള്ള സ്വന്തം സഹോദരനെ ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു മീൻ പിടിച്ചു. ഇനിയിപ്പോൾ വീട്ടിൽ തീരെ രക്ഷ ഉണ്ടാവില്ല, സ്വന്തം സഹോദരന് മീൻ പിടിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ തൻ്റെ കാര്യം നോക്കാനുണ്ടാവില്ലല്ലോ. അപ്പോൾ മീൻ പിടിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ഒരു ഹെറിങ്ങിനെയാണ് പിടിച്ചത്. ഹെറിങ് എന്ന് വെച്ചാൽ മത്തിയാണ് പിടിച്ചത്. ആൻഡ് ഡിവോറേറ്റ്, അത് പിടിച്ചു എന്ന് മാത്രമല്ല ആ ദുഷ്ടൻ അത് കഴിക്കുകയും ചെയ്തു. ഓക്കെ, സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, എവിടെ ഇരുന്നിട്ടാ, ഒരു പാറപ്പുറത്ത് ഇരുന്നിട്ട് അത് കഴിക്കുകയും ചെയ്തു. വൈൽ ഹിസ് പേരൻസ് സർക്കിൾ അറൗണ്ട് റേസിംഗ് എ പ്രൗഡ് കാക്കിൾ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, തൻ്റെ കുഞ്ഞ് അധ്വാനിച്ചിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അച്ഛനും അമ്മയും അടുത്ത് വന്നിട്ട് കാക്കിൾ ചെയ്യാന്ന് വെച്ചാൽ എന്താ, കളകളോ എന്നുള്ള ആ ശബ്ദമില്ലേ സീകളിൻ്റെ, അത് പുറപ്പെടുവിച്ചിട്ട് കൺഗ്രാജുലേഷൻ കൈയടിച്ച് ഇവർ ചിറകടിച്ചിട്ട്. ഓക്കെ, ആൻഡ് ഓൾ ദ മോർണിംഗ് the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. എല്ലാം സഹിക്കാം, അതായത് ബ്രദർ മീൻ പിടിച്ചോട്ടെ, സിസ്റ്റർ മീൻ പിടിച്ചോട്ടെ, കഴിച്ചോട്ടെ, പൊരിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്നും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോബ്ലം അല്ല. പക്ഷെ എന്താണ്, ഇത് പറഞ്ഞിട്ട് തന്നെ കളിയാക്കുകയാണ്. അതായത് സ്വന്തം അനിയന്മാരും അനിയത്തിമാരും ഒക്കെ പിടിച്ച് കഴിക്കുന്നത് പറഞ്ഞിട്ട് അവരെല്ലാവരും കളിയാക്കാണ് ഈ ഒരു പാവത്തിന്. ഇത് ഒറ്റപ്പെട്ടു പോയ ഇവൻ്റെ ഭീരുത്വത്തെ ഓർത്ത്, കവേർഡിസ് എന്ന് വെച്ചാൽ എന്താ, ഭീരുവായ ഇവനെ ചൊല്ലി പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ആ പ്ലാറ്റ്യൂ എന്ന് വെച്ചാൽ എന്താ, ഒരു പീഠഭൂമിയിൽ ഇങ്ങനെ കൊത്തിപ്പെറുക്കി ഒരു ക്ലിഫിൽ നിന്ന് മറ്റൊരു ക്ലിഫിലേക്ക് ചാടി പോകുമ്പോഴൊക്കെ ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ കളിയാക്കുക. കണ്ടില്ലേ പാവം, പേടിത്തൊണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം എത്രത്തോളം ഉണ്ട്. നീന്തലറിയാത്ത നിങ്ങളെ കളിയാക്കുന്ന പോലെ, ഡ്രൈവിംഗ് അറിയാത്തവരെ കളിയാക്കുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ആ ഒരു എന്താ പറയുക, ടോർച്ചർ സഹിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്കും പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ അതിനെക്കുറിച്ച്. അപ്പോൾ അത് വല്ലാത്തൊരു എന്താ പറയുക, നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കഴിയാത്ത ചില പേടി, ഫോബിയാസ് എന്ന് പറയാം അതിന് അല്ലേ. ചില ആൾക്കാർക്ക് ഹൈറ്റിനെ പേടിയായിരിക്കും, ചില ആൾക്കാർക്ക് ഇരുട്ടിനെ പേടിയായിരിക്കും, ചില ആൾക്ക് ഡ്രൈവിംഗ് പേടിയാണ്. എനിക്ക് ഡ്രൈവിംഗ് പേടിയാണ്, എനിക്ക് റോഡിനെ പേടിയാണ്. സോ ഞാൻ തന്നെ ലിവിങ് എക്സാമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതൊരു ഫോബിയാണ്. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള. എനിവേസ്, അപ്പോൾ ഇനി നമ്മുടെ കഥാപാത്രം സ്ട്രോങ് ആകുമോ, അതായത് ഈ കളിയാക്കലൊക്കെ പ്രതികരിച്ചുകൊണ്ട് സിനിമയിലെ ഹീറോ ഉയർത്തെഴുന്നേക്കുന്ന പോലെ നാളെ സുപ്രഭാതത്തിൽ പറന്നിട്ട് 7-ാം കടലും ക്രോസ് ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ പേടിച്ച് ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് അവസാനം പറക്കാത്ത സീകൾ എന്ന പേര് കേൾപ്പിച്ച് ചത്തുപോയിട്ടുണ്ടാവുമോ? ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലിടൂ. ഓക്കെ, എന്നിട്ട് എക്സൈറ്റ്മെൻറ്റോട് കൂടി വെയിറ്റ് ചെയ്യൂ, എന്തായിരിക്കും നമ്മുടെ സീകളിന് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, സോ ഐ തിങ്ക് യു ആർ എക്സൈറ്റഡ് ടു ലിസൺ ഫർദർ അല്ലേ. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, സ്റ്റേ ട്യൂൺ ടു വിൻ പോയിന്റ് ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിലുണ്ടാവും. ഓൾറൈറ്റ്, ടിൽ ദെൻ ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ.